45 ദിവസം മുമ്പാണ് ഞാൻ ഈ ചാനലിൽ ആദ്യത്തെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അന്ന് എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, അതായത് 100 ദിവസം കൊണ്ട് 50 വീഡിയോ ചെയ്യുക എന്നുള്ളത്. അന്ന് എനിക്കത് അച്ചീവബിളായിട്ടാണ് തോന്നിയത്. കാരണം അന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ഏതെങ്കിലും റാൻഡം 5-6 സിനിമയെ പറ്റി 1-2 സെൻറ്റൻസ് പറയും. അതിൻ്റെ കൂടെ എനിക്ക് ഓൾറെഡി ഞാൻ പണ്ട് ചെയ്ത 2 ഷോർട്ട് ഫിലിംസ് സ്റ്റോക്കും ഉണ്ടായിരുന്നു. സോ എനിക്ക് വളരെ അച്ചീവബിളായിട്ടാണ് തോന്നിയത് അത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ മാസ്ക് മാറ്റി. അതുവരെ എനിക്കൊരു 1-2-3 വ്യൂസൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ മാസ്ക് മാറ്റി ഞാൻ എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു എന്താ പറയുക, ഒരു കുറച്ചുകൂടി എഫേർട്ട് വേണം, കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടണം, കുറച്ചുകൂടി വ്യൂസ് വേണമെന്നൊരു സാധനമായി. ശരിക്കും ഇതെനിക്കൊരു ഭയങ്കര ഒരു വിക്ടറി ആട്ടോ. എനിക്ക് മാസ്ക് മാറ്റാനുള്ള ധൈര്യം കിട്ടിയത്. ഞാൻ 4 ആൾ വട്ടത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ഒരാളാണ്. ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് കഴിയുമ്പോൾ എനിക്ക് ഒരു കാര്യമില്ലാതെ ഞാൻ പാരനോയിഡാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ കേക്ക് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആരും നമ്മളെ നോക്കുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും കൈ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കിപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ ഫേസ് കാണിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് പേഴ്സണൽ ലെവലിൽ ഭയങ്കര വലിയൊരു വിജയമാണ്. ഇവിടെ വെച്ച് ഞാൻ ഈ പ്രോജക്റ്റ് നിർത്തിയാൽ പോലും എനിക്കിതൊരു സക്സസ് ആയിട്ടേ കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനൊരു ധൈര്യം എനിക്ക് കിട്ടി എന്നുള്ളത്. സോ എന്തായാലും ഞാൻ മാസ്ക് വെച്ച് ചെയ്യുമ്പോൾ ചറവറ ഇങ്ങനെ വീഡിയോ ചെയ്ത്, ആ സമയത്ത് എൻ്റെ അനലിറ്റിക്സിൽ സജസ്റ്റഡ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ, അതായത് ഏത് വീഡിയോയ്ക്കാണ് നമ്മുടെ വീഡിയോസ് സജഷൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടുണ്ട്. അത് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് യൂട്യൂബിനൊരു ഐഡിയ കിട്ടിയിട്ടില്ല, അൽഗോരിതത്തിനൊരു ഐഡിയ കിട്ടിയിട്ടില്ല എൻ്റെ ചാനൽ എങ്ങനത്തെ ചാനലാണെന്ന്. കാരണം ഏതൊക്കെ റാൻഡം സ്പാനിഷ് വീഡിയോക്കൊക്കെയാണ് എൻ്റെ വീഡിയോ അവർ സജഷനായിട്ട് കൊടുത്തിരുന്നത്. യൂട്യൂബിന് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോർട്സിനാകുമ്പോൾ കുറച്ചുകൂടി വ്യൂസ് കിട്ടും. അങ്ങനെ ഷോർട്സിന് വ്യൂസ് കിട്ടി ചെയ്തതിനനുസരിച്ച് കുറച്ചധികം എനിക്ക് തോന്നുന്നു 1K ഒക്കെ വെച്ച് ഷോർട്സിന് ഇടുന്ന 1-2 ദിവസത്തിനകത്ത് വ്യൂസ് കയറാൻ തുടങ്ങി. അതുപോലെ എനിക്കൊരു ഓർഗാനിക്കായിട്ടുള്ള കമൻറ്റ് കിട്ടി. അത്രയും നാൾ ഞാൻ തന്നെ എൻ്റെ വേറെ അക്കൗണ്ടിൽ നിന്ന് ഇടുന്ന കമൻറ്റും അത്രേ വരുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേറൊരു സ്റ്റാർട്ട് അൺലോക്കായി. എല്ലാ വീഡിയോയ്ക്കില്ല, ചില വീഡിയോയ്ക്ക് മാത്രം. ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന എത്ര ആളുകൾ എത്ര മിനിറ്റ് കാണുന്നുണ്ട്, എവിടെ വെച്ച് ഡ്രോപ്പ് വരുന്നുണ്ടെന്നൊക്കെയുള്ള. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ ഇറങ്ങുവാണ്. ഒരു 10-30 സെക്കൻഡിൽ തന്നെ ഇറങ്ങുവാണ്. അപ്പോൾ ആളുകളെ പിടിച്ചിരുത്താൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഞാനൊരു മറ്റേ കരിക്കിൻ്റെ വീഡിയോയ്ക്ക് ഒരു മൊണ്ടാഷ് പോലെ സെറ്റ് ചെയ്ത്, മെയിൻ ഇമ്പോർട്ടൻ്റ് തോന്നിയ എനിക്ക് തോന്നിയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇൻ ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇട്ട്. അപ്പോൾ റിട്ടൻഷൻ ഇമ്പ്രൂവ് ആവുന്നതെന്നറിയാമല്ലോ. പക്ഷേ ഈ കരിക്കിൻ്റെ വീഡിയോയ്ക്ക് എനിക്ക് വേറൊരു അബദ്ധം പറ്റി. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഓക്കെ, ഞാൻ അവൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിച്ചു. എനിക്ക് ഈ ലോകത്ത് വിശ്വാസമുള്ള ഒരേ ഒരാളെന്നൊക്കെ പറയാം. അത് എൻ്റെ പ്രശ്നമാണ്, എനിക്ക് വേറൊരാളെ വിശ്വാസമില്ലാത്തത്. വേറൊരു ഫീഡ്ബാക്ക് തരുന്നവരുടെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഈ പുള്ളി, പേര് പറയുന്നില്ല, അവൻ ഇത് ഷെയർ ചെയ്ത് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മൊത്തം ഷെയർ ചെയ്തിട്ട് അങ്ങനെ എനിക്ക് കുറേ വ്യൂസ് കിട്ടി. സോ എനിക്ക് കരിക്കിൻ്റെ വീഡിയോസിൽ ആ ഓഡിയൻസ് റിട്ടൻഷൻ എടുക്കാൻ പറ്റില്ല, കാരണം അത് ഓർഗാനിക്കായിട്ട് വന്ന ഡാറ്റ അല്ല, പേഴ്സണൽ കണക്ഷൻ വെച്ച് വരുന്ന ഡാറ്റയാണ്. സോ അതെനിക്ക് അനാലിസിസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എനിക്കത് പ്രയോജനം ചെയ്ത് കുറേ വ്യൂസ് എനിക്ക് കിട്ടി, കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. സോ പക്ഷെ അങ്ങനെ വന്നത് കുറേ പേരൊന്നും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ആളുകളല്ല. സോ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടമാണോ എന്ന്. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് അൺസബ്സ്ക്രൈബ് ഇഫ് യു ആർ നോട്ട് കണ്ടൻറ്റ് വിത്ത് മൈ കണ്ടൻറ്റ്. ഇതൊരു വിൻ സിറ്റുവേഷനാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ആവശ്യമില്ലാത്തൊരു ചാനൽ ഒഴിവാക്കാം. യൂട്യൂബിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ യൂട്യൂബിന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ കിട്ടും, ഏത് ടൈപ്പ് ആളുകൾക്കാണ് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പൊട്ടൻഷ്യൽ ഓഡിയൻസിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. എൻ്റെ പൊട്ടൻഷ്യൽ ഓഡിയൻസ്, അവർക്ക് എന്നെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഈ പൊട്ടൻഷ്യൽ ഓഡിയൻസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർഡ് കോർ സിനിമാ പ്രേമികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് ഞാൻ ഒരിക്കൽ ലെബനനിൽ നിന്നുള്ള ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടുത്തെ കൾച്ചറൊക്കെ അറിയാമല്ലോ.
അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ തപ്പിയപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെബനീസ് സിനിമയുടെ പേര് കിട്ടി. അങ്ങനെ അത് കാണാനായിട്ട് ഡൗൺലോഡ് ചെയ്തിരുന്നപ്പോൾ അതിന് എംസോണിൻ്റെ മലയാളം സബ് ടൈറ്റിൽ. ഇതൊക്കെ തപ്പി പിടിച്ച് കാണുന്ന എനിക്കോ ഭ്രാന്ത്. ആരടാ കുത്തിയിരുന്ന് ഇതിനൊക്കെ മലയാളത്തിൽ സബ് ടൈറ്റിൽ ഉണ്ടാക്കിയത്? സോ ഇങ്ങനത്തെ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് സിറ്റുവേഷൻ എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹാർഡ് കോർ ഒബ്സസ്ഡ് വിത്ത് സിനിമ എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അവരാരെയും മിക്കതാരെ കാണാറില്ല. സോ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ മൈ ചാനൽ വിത്ത് ദം. ഓക്കെ, അതെന്നെ ഹെൽപ്പ് ചെയ്യും. അതല്ലാണ്ട് നിങ്ങൾ താല്പര്യമില്ലാണ്ട് വീഡിയോ കാണുക, അതുപോലെ 10 സെക്കൻഡ് പോലും കാണാണ്ട് ലൈക്ക് ചെയ്ത് ഇറങ്ങുന്ന ആളുകളുണ്ട്. ഞാൻ അനലിറ്റിക്സ് നോക്കിയിരിക്കുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ 10 സെക്കൻഡ് പോലും കാണുന്നില്ല, അതിനു മുമ്പ് തന്നെ ഇറങ്ങുന്നത് അറിയാൻ പറ്റും. സോ ഇതൊക്കെ അൽഗോരിതത്തെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ചെയ്തതിനാൽ അൽഗോരിതത്തിന് അറിയാം ഇന്ന ആൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ആ ടൈപ്പ് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്ന്. അങ്ങനെ ചെയ്യാതിരുന്നതിനാൽ ഇറ്റ് വിൽ കൺഫ്യൂസ് ദ അൽഗോരിതം. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഫോളോ ചെയ്യുക. എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷേ അതുകൊണ്ട് എനിക്ക് ഉപദ്രവം ഉണ്ടാവുള്ളൂ. സോ പ്ലീസ് അൺസബ്സ്ക്രൈബ്. പിന്നെ ഷോർട്സിൽ നിന്ന് വന്നവർ, ഷോർട്സ് മാത്രം കാണുന്നവർ, ഞാൻ ഇനി ഷോർട്സ് ചെയ്യാൻ സാധ്യത കുറവാണ്. ചെയ്താലും മെയിൻ വീഡിയോയിലേക്ക് റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ലോങ് ഫോം വീഡിയോ തന്നെയാണ് എൻ്റെ മെയിൻ സാധനം. സോ നിങ്ങൾ ഷോർട്സ് മാത്രം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ്. ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് യു ഷുഡ് ബി. സോ അങ്ങനെ എന്തായാലും കരിക്കിന് ശേഷം എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടം റിവ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇതിന് എനിക്കൊരു അബദ്ധം പറ്റി. ഒന്നല്ല, 2-3-4 അബദ്ധങ്ങൾ പറ്റി. ഞാനത് വേറൊരു ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഞാൻ 2 ലുക്കിൽ 2 രീതിയിൽ, സ്പോയിലർ ഉള്ളതും സ്പോയിലർ ഇല്ലാത്തതും ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഫീച്ചർ എനിക്ക് യൂട്യൂബിൽ അൺലോക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ലൈറ്റിങ്ങും പൊളി. അതായത് ഞാൻ നാച്ചുറൽ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നാച്ചുറൽ ലൈറ്റ് ഒരു സൈഡിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ, അതിൽ ഈ സൈഡ് മൊത്തം ഡാർക്കായി പോയി. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് പാളിപ്പോയ ഒരു വീഡിയോ ആണ്. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു. കാരണം 2ാമത്തെ മിനിറ്റ് തൊട്ട് സ്പോയിലർ ഉള്ള റിവ്യൂ ആണ് വരുന്നത്. സോ അപ്പോൾ ഞാൻ ഓഡിയൻസ് റിട്ടേൺ സ്റ്റാർട്ട് 2ാമത്തെ മിനിറ്റ് ഒരു വലിയ ഡ്രോപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നേരെ തിരിച്ചാൽ സംഭവിച്ച ചെറിയൊരു സ്പൈക്ക് ഉണ്ടായി. 2ാമത്തെ മിനിറ്റ് വരെ 25% വരെ റിട്ടൻഷനിൽ പോയിട്ട് 2ാമത്തെ മിനിറ്റിൽ 30% റിട്ടൻഷനിലോട്ട് കയറി. അതായത് 5% വ്യത്യാസം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സാമ്പിൾ സൈസ് വളരെ ചെറുതാണ്. ഒരു 30 വ്യൂ ഒക്കെ ഉള്ളൂ ഞാൻ ഈ ഡാറ്റയൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഈ 5% വ്യത്യാസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഏതോ ഒരുത്തൻ അബദ്ധത്തിൽ കൈതട്ടി ചിലപ്പോൾ 2ാമത്തെ മിനിറ്റ് എത്തിയതാവാം. ഇല്ലെങ്കിൽ സ്പോയിലർ ഉള്ളത് മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിച്ചാരെങ്കിലും ആവാം. അതുകൊണ്ട് ഈ സാമ്പിൾ സൈസ് വളരെ ചെറുതായതുകൊണ്ട് ശരിക്കും എനിക്ക് ഈ അനലിറ്റിക്സിൽ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അടുത്ത ചാനൽ റിവ്യൂക്ക് നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അനലിറ്റിക്സിൽ പറയാനുണ്ടാവും. ഇപ്പം എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് ചെയ്ത് കോമഡി കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്ത് അതിൻ്റെ ഓഡിയൻസ് റിട്ടേൺസ് കുറേ ബെറ്ററായി. അതുപോലെ തന്നെ ഓർഗാനിക്കായിട്ട് കുറേ വ്യൂസ് കയറി. ഞാൻ എവിടെ ഷെയർ ചെയ്തില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഓർഗാനിക്കായിട്ട് കുറേ വ്യൂസ് കിട്ടി. ടോപ്പ് 10 കോമഡി കണ്ടൻറ് ക്രിയേറ്റേഴ്സ്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഐ ആം ഇൻ ദ റൈറ്റ് ട്രാക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തർക്കോസ്റ്റി വീഡിയോ ചെയ്ത. തർക്കോസ്റ്റി വീഡിയോ പക്ഷേ നേരെ തിരിച്ച് യൂട്യൂബ് പുഷ് ചെയ്യുന്നേ ഇല്ല. സാധാരണ 200-300 ഇമ്പ്രഷനൊക്കെ കിട്ടുന്നിടത്ത് 5-6 ഇമ്പ്രഷനേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഓർഗാനിക്കായിട്ട് ആകെ 5 വ്യൂസ് കിട്ടി. അത് ഈ 3 എൻ്റെ 3 അക്കൗണ്ടിൽ നിന്നുള്ളത്. ബാക്കി 2 പേര് ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും വാട്സാപ്പിൽ ഷെയർ ചെയ്ത്. അങ്ങനെ ചെയ്യാതെ ഓർഗാനിക്കായിട്ടുള്ള വ്യൂസ് മാത്രം മതി എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത്ര പാഷനേറ്റായിട്ട് ചെയ്ത കാര്യമാണ് തർക്കോസ്റ്റിയെ പറ്റിയുള്ള വീഡിയോ. അതിന് ഇങ്ങനെ സിംഗിൾ ഡിജിറ്റ് വ്യൂസ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സോ ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് അങ്ങനെ കുറച്ച് വ്യൂസ് കിട്ടി. കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. പക്ഷേ പ്രശ്നം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ടൈറ്റിൽ തമ്മിൽ കോംബോ ഉണ്ടല്ലോ, അത് അത്ര അടിപൊളിയായിരുന്നു തർക്കോസ്റ്റി. അത് ഏറ്റവും ക്ലിക്ക് കിട്ടുമെന്ന് വിചാരിച്ച സാധനമാണ്. പക്ഷേ എന്തുകൊണ്ട് ആളുകൾ ക്ലിക്ക് ചെയ്യുന്നതിൽ എന്തുകൊണ്ട് ഇമ്പ്രഷൻ പോകുന്നില്ല? ഞാൻ അങ്ങനെ അതെൻ്റെ അസിസ്റ്റൻസിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതാണ് ഞാൻ ടൈറ്റിലും വീഡിയോയിലൊക്കെ ഇത് ഡി വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ചാനലാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊരു ഹ്യൂമൻ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യും.
എൻ്റെ ചാനലിൽ യൂട്യൂബിൻ്റെ AI ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സോ അവർ പുഷ് ചെയ്യാൻ ചാൻസ് ഇല്ലാന്ന്. സംഭവം മൈ ആർഗ്യുമെൻറ്റ് വാസ് എഗെയിൻസ്റ്റ് ദിസ് തിങ് വിച്ച് ഷുഡ് നോട്ട് ബി നെയിംഡ്. ഓക്കെ, പക്ഷേ എന്നിട്ടും യൂട്യൂബ് അത് പുഷ് ചെയ്തില്ല. എനിക്ക് ഏറ്റവും CTR ഉള്ളത്, CTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ് ഉള്ളത് തർക്കോസ്കി വീഡിയോയ്ക്കാണ്. 8%, 9% അത്രയും കണ്ടുണ്ട്. ബാക്കി എല്ലാ വീഡിയോയ്ക്കും 1%, 2%. ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു കരിക്കിൻ്റെ വീഡിയോയ്ക്ക് 3.6% ഇവർ ഒരു നീഷ് ചാനലിൻ്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് പറയുന്ന 5%, 6% ഗോൾഡൻ സ്റ്റാൻഡേർഡ് CTR. പക്ഷേ 8% തർക്കോസ്കി വീഡിയോ അവർ പുഷ് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് നോ. പിന്നെ വേറെ കമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 2 കമൻറ്റാണ് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഒന്നൊരു ഷോർട്സിൽ വന്നിട്ടുള്ള മൈക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മൈക്ക് വേറെ വാങ്ങി. പിന്നെ നമ്മുടെ കോമഡി കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് താഴെ വന്നൊരു കമൻറ്റാണ്, ക്രിയേറ്റേഴ്സിൻ്റെ ഫോട്ടോ കാണിക്കായിരുന്നു. അത് ഞാൻ ആലോചിച്ച കാര്യമാണ്, ഫോട്ടോയോ റീലോ എന്തെങ്കിലും സൈഡിൽ പ്ലേ ചെയ്യണമെന്നുള്ളത്. പക്ഷേ അത് റഷ് ചെയ്തപ്പോൾ വിട്ടുപോയി. അതാണ് ഈ ഒരു 100 ദിവസം 50 വീഡിയോ പ്രോജക്റ്റിൻ്റെ പ്രശ്നം. വീഡിയോസ് റഷ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു. അത് പിന്നെ ഭയങ്കര റിഗ്രറ്റാവും. സോ ഞാൻ ഇനി ആഴ്ചയിലൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് എനിക്ക് ഉറപ്പില്ല. മാക്സിമം ആഴ്ചയിലൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എന്ത് ടൈപ്പ് വീഡിയോസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം നോട്ട് ഷുവർ. ഓക്കെ, സിനിമയായിരിക്കും കൂടുതൽ. യൂട്യൂബിലെ ക്രിയേറ്റേഴ്സിനെ പറ്റി വീഡിയോസ് ഉണ്ടാവും. എനിക്ക് ശരിക്കും ഗെയിമിംഗ് കണ്ടൻറ്റൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഗെയിം കളിക്കാറൊന്നുമില്ല, പക്ഷേ ഗെയിമിംഗ് കണ്ടൻറ്റ് ഒരുപാട് കാണും യൂട്യൂബിൽ. ചിലപ്പോൾ അങ്ങനത്തെ ഒരേ ഒരാൾ ഞാനായിരിക്കും ഗെയിം കളിക്കാതെ ഗെയിമിംഗ് കണ്ടൻറ്റ് കാണുന്ന. അതുപോലെ കുക്കിംഗ് വീഡിയോസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എനിക്കിങ്ങനൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യൂ എന്നും എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ഇതുവരെയുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ സ്റ്റേ ചെയ്യുക. ഓക്കെ, അതാണ് പറയാനുള്ളത്. യാ, ബൈ.